ഹായ് ഫ്രണ്ട്സ്, വീണ്ടും മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് SSLC മാത്തമാറ്റിക്സ് പാഠപുസ്തകത്തിനകത്തുള്ള 4ാമത്തെ ചാപ്റ്റർ രണ്ടാംഗതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണാൻ പാടുള്ളൂ. അപ്പോ സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർഗത്തികവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഇത്. ഈ ഒരു വർഗത്തികവ് അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു രണ്ടാംഗതി സമവാക്യത്തെ നിർദ്ധാരണം ചെയ്തിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കണം. ആ എക്സിന്റെ വില കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ രീതിയാണ് ഇത് സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗത്തികവ് എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെ ഈ വർഗത്തികവ് ചെയ്യാം, എന്താണ് വർഗത്തികവ് എന്നുള്ള കാര്യമാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്വയർ കംപ്ലീഷൻ എന്താണ്, എങ്ങനെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കൂ, ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. അപ്പൊ നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 4x, സോറി പ്ലസ് ആയിക്കോട്ടെ, എക്സ് സ്ക്വയർ പ്ലസ് 4x. ഇപ്പൊ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 4x എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ അതിനോടൊപ്പം ഉണ്ട് ഒരു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും അറിയോ? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4നെ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നോക്കൂ, എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് അല്ലെ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണെന്ത്? എ സ്ക്വയർ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്റെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ 2ab അറിയുമ്പോ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. അപ്പൊ 2 ഇൻറ്റു 2 4, 4x വരും. പ്ലസ് 2 സ്ക്വയർ എന്ത് വരും? 4 വരും. ഓക്കെ, അപ്പൊ ഇത് എന്തിനു തുല്യമാണ്? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയറിന് തുല്യമാണ്. മനസ്സിലാക്കി വെക്കുക. ഇനി ഇതാണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. മനസ്സിലാക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. ഇനി ഇങ്ങനെയാണെങ്കിലോ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുന്നോ? എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് വന്നു. കാരണം ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ഒക്കെ എക്സ്പാൻഷൻ അറിയാം. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്റെ സ്ഥാനത്ത് എക്സ് ആണ്, ബിന്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വരണം, അതാണ് ഇവിടെ മൈനസ് വന്നത്. 2ab പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു 4 8x. 2ab പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു 4, 2x ഇൻറ്റു 4 എന്താണ്? 8x പ്ലസ് 4ന്റെ സ്ക്വയർ 16. ഇനി ഇങ്ങനെയാണെങ്കിലോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് എന്ത് വരും? 5/2 ഹോൾ സ്ക്വയർ. 5/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാറോ? എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ എഴുതും. എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കൂ, 4ന്റെ പകുതിന്റെ സ്ക്വയർ അല്ലെ. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. 9 എന്ന് പറയുന്നതിന് എന്താക്കാം? 3 സ്ക്വയർ. 16ന് 4 സ്ക്വയർ. 4ന്റെ പകുതിയാണ് 2, 6ന്റെ പകുതിയാണ് 3, 8ന്റെ പകുതിയാണ് 4. അപ്പൊ 5ന്റെ പകുതിയാണ് 5/2. ഇങ്ങനെയാണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് അപ്പൊ എന്ത് വരേണ്ടി വരും? 7/2 ഹോൾ സ്ക്വയർ. അതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ. ഈ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഇതിന്റെ പകുതിയാണ് ഇവിടെ, ഇതിന്റെ പകുതിയാണ് 8ന്റെ പകുതിയാണ്, 5ന്റെ പകുതി, 7ന്റെ പകുതി. അപ്പൊ അതെല്ലാം ആ പകുതിന്റെ സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യും? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ.
എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ. ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഇനി എന്താണ് സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കണേ, സ്ക്വയർ കംപ്ലീഷൻ എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ക്വയർ കംപ്ലീഷൻ എന്താണ്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് 4x ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 4x. ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ ചെയ്താൽ മതി. ഈ 4ന്റെ പകുതി എത്രയാണ്? 2. 4ന്റെ പകുതിന്റെ സ്ക്വയർ കൂടെ കൂട്ടിയാൽ മതി. ഒരു സമവാക്യത്തിനകത്താവുമ്പോൾ ഇവിടെയും കൂട്ടണം, സമത്തിനപ്പുറവും കൂട്ടണം. ഒരു ഇക്വേഷനില് ഈക്വൽ സൈഡിന്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ഇത് കൂട്ടണം. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ 2ന്റെ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. ഇനി ഇങ്ങനെയാണെങ്കിലോ എക്സ് സ്ക്വയർ മൈനസ് 6x എന്ന് പറയുന്നുണ്ട്. ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം, വർഗം തികക്കണം. അപ്പൊ ഈ 6ന്റെ പകുതിന്റെ സ്ക്വയർ ഇവിടെ കൂട്ടിയാൽ മതി. 6ന്റെ പകുതിന്റെ സ്ക്വയർ ഇവിടെ കൂട്ടും. അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞു, വർഗം തികച്ചു. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് ഇവിടെ എന്താണ്? മൈനസ് ഇവിടെ എന്താണ്? 3. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് സ്ക്വയറിന്റെ ഒക്കെ ഗുണകം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ 2 ആണെങ്കിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ മെത്തേഡ് മാറും. ഇവിടെ 3 ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയില്ല. അവിടെ എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 9x ഇങ്ങനെയാണ് അതിലുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 9ന്റെ പകുതി എത്രയാണ്? 9/2 ഹോൾ സ്ക്വയർ ഇവിടെ കൂട്ടി കൊടുക്കുക. അപ്പൊ അത് എന്തിനു തുല്യമായിരിക്കും? എക്സ് പ്ലസ് 9/2 ഹോൾ സ്ക്വയറിന് തുല്യമായിരിക്കും. ഇതാണ് വർഗം തികക്കുക അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ. 2 എക്സാമ്പിൾസ് കൂടി നോക്കാം. ഇപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 10x. ഇതിന്റെ സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെ ചെയ്യാം? 10ന്റെ പകുതി, ഈ 10 എടുക്കുക, അതിന്റെ പകുതി എത്രയാണ്? 5 സ്ക്വയർ ഇവിടെ കൂട്ടി. അപ്പൊ അവിടെ എന്തായിട്ട് മാറി? ഇവിടെ മൈനസ് ആണ്, സെക്കൻഡ് വൺ മൈനസ് ആണ്. മൈനസ് ആയതുകൊണ്ട് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ. നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 12x ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ 12 ആയതുകൊണ്ട് 12ന്റെ പകുതി 6 സ്ക്വയർ ഇവിടെ കൂട്ടണം. അപ്പൊ എങ്ങനെ മാറി? എക്സ് പ്ലസ് 6 ഹോൾ സ്ക്വയർ. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു. ഈ ഒരു കേസിൽ ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞത്. 4ന്റെ പകുതി ഇവിടെ കൂട്ടി. അപ്പൊ എന്തായിട്ട് മാറി? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇവിടെ 6 ആണ്, അപ്പൊ അതിന്റെ സ്ക്വയർ, പകുതിന്റെ സ്ക്വയർ, ഹാഫിന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ, 6ന്റെ പകുതി 3 ആണ്. 3ന്റെ സ്ക്വയർ ഇവിടെ കൂട്ടി. അപ്പൊ എക്സ് മൈനസ് വരാൻ കാരണം ഇവിടെ മൈനസ് ആയതുകൊണ്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. അത് മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം വരാം. ഇവിടെ 9 ആണ്, 9ന്റെ പകുതി 4.5 എഴുതുന്നുണ്ട്. 9/2 എന്ന് എഴുതിയാൽ മതി. 9/2 ഹോൾ സ്ക്വയർ ഇവിടെ കൂട്ടി. സമത്തിനപ്പുറം എന്തായിട്ട് മാറിയത്? എക്സ് പ്ലസ് 9/2 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 10 ആണ്, 10ന്റെ പകുതി 5 സ്ക്വയർ ഇവിടെ കൂട്ടിയിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം, വർഗം തികക്കണം. അപ്പൊ അതെന്തായിട്ട് മാറി? എക്സ് മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കൂ, 12 ആണ്, 12ന്റെ പകുതി എത്രയാണ്? 6. 6ന്റെ സ്ക്വയർ കൂട്ടി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അത് എക്സ് പ്ലസ് 6 ഹോൾ സ്ക്വയർ. അപ്പൊ സ്ക്വയർ കംപ്ലീഷനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാഠപുസ്തകത്തിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം. ചോദ്യം എങ്ങനെയാണ്? അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് കൂടെ 1 കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ. 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളാണുള്ളത് അല്ലെ? അതിനോടൊപ്പം എന്താ കൂട്ടുകയാണ്? 1 കൂട്ടുകയാണ്. അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 289 കിട്ടും. സംഖ്യകൾ, ഈ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യാണ്? 1 ആഡ് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടുന്നു? 289 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ 2 ഈവൻ നമ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അൽജിബ്ര ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇരട്ട സംഖ്യകൾ അല്ലെ, അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ. ഇംഗ്ലീഷ് മീഡിയം ഈവൻ നമ്പേഴ്സ്, 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അത് രണ്ടുകൂടി ഗുണിച്ച് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം 1 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 289 കിട്ടി. ഏതൊക്കെയാണ് രണ്ട് സംഖ്യകളെന്ന് നമുക്കറിയില്ല, അപ്പൊ അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് ഒരു നമ്പർ നമ്മൾ എക്സ് എടുത്തു, ഒരു നമ്പർ എക്സ്, ഏതൊരു നമ്പർ എക്സ് എടുത്തു. അപ്പൊ തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. അടുത്ത തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 ആയിരിക്കും. If we take one number has x, then next number x plus 2. നമുക്ക് ഇപ്പൊ 10 ആണ് ഒരു ഇരട്ട സംഖ്യ എന്ന് വിചാരിച്ചു. അപ്പൊ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? 12 ആണല്ലേ. 10 പ്ലസ് 2 ആണ് 12. അല്ലെങ്കിൽ 20 ആണെങ്കിൽ തൊട്ടടുത്ത് ഏതാ? 22. 16 ആണെങ്കിൽ 18. എങ്ങനെ 18 കിട്ടിയത്? 16 പ്ലസ് 2 18. 8 ആണെങ്കിൽ 8 പ്ലസ് 2 10. അപ്പൊ x ആണെങ്കിൽ x പ്ലസ് 2. ഇനി നമ്മള് ഇത് ഉപയോഗിച്ചിട്ട്, ആ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഫോം ചെയ്തിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പിന്നെ സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അതാണ് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ സ്റ്റുഡന്റ് ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ഒരു രണ്ടാംകൃതി സമവാക്യം തന്നിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കുക. അങ്ങനെ രണ്ടാംകൃതി സമവാക്യങ്ങൾ രൂപീകരിച്ചതിന് ശേഷം വർഗം തിരക്കൽ മെത്തേഡിലൂടെ നമ്മൾ അതിനെ നിർദ്ധാരണം ചെയ്തിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കും. ആ എക്സിന്റെ വിലയാണ് നമ്മുടെ ഇരട്ട സംഖ്യ 1. ആ എക്സിന്റെ വിലയോടൊപ്പം 2 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത വിലയും കിട്ടും. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അവിടെ തന്നിട്ടുള്ള ആ ഡാറ്റയിൽ നിന്ന്, ആ വിവരങ്ങളിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാണ്. ശരിക്കും നോക്കുക, തന്നിട്ടുള്ള എന്താണ് തന്നിട്ടുള്ളത്? 2 സംഖ്യകളുടെ, അടുത്തടുത്ത 2 സംഖ്യകളുടെ ഗുണനഫലം, ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം, പ്രോഡക്റ്റ്. അപ്പൊ അത് ഒരു സംഖ്യ എക്സ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. ഈ സംഖ്യയുടെ ഗുണനഫലം എങ്ങനെ എഴുതി? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. കാരണം എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 ആളുണ്ട്, എക്സും 2 പേരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, മറന്നു പോകരുത്. എക്സ് പ്ലസ് 2, എക്സ് മൈനസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 5, 2x പ്ലസ് 2, 2x പ്ലസ് 3. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സാധനങ്ങളുണ്ടോ നിർബന്ധമായിട്ടും ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഗുണനഫലം എഴുതി, പ്രോഡക്റ്റ് എഴുതി. ഇനി എന്താ പറഞ്ഞത്? ഇതിനോടൊപ്പം എന്ത് കൂട്ടണം? 1 കൂട്ടണം. പ്ലസ് 1 ആൻഡ് 1 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്താവും എന്നാ പറഞ്ഞത്? 289 ആവും. ഗിവ്സ് 289. അത് 289 ആവും പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ എന്താണ്? ഈക്വൽ ടു 289 ഈക്വൽസ് 289. പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മള് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുക. തന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു, ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിച്ചു. ഇനി ഇത് നിർദ്ധാരണം ചെയ്യാൻ പോവാം. അപ്പൊ അതിന് ഈ ബ്രാക്കറ്റ് അകത്തോട്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. ഇനി ഈ എക്സ് കൊണ്ട് തന്നെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ട് കൊടുക്കും, ഇവിടെ മൈനസ് ആണെങ്കിലോ മൈനസ്. അത് അതുപോലെ താഴോട്ട് ഇറക്കി എഴുതുക. ഈ എക്സ് കൊണ്ട് അടുത്ത ആളെ ഗുണിക്കണം. എക്സ് ഇൻറ്റു 2, 2x. ഈ 1നെ ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ബ്രാക്കറ്റിന് പുറത്താണ് 1 നിൽക്കുന്നത്. അപ്പൊ എക്സ് കൊണ്ട് 1നെ ഗുണിക്കരുത്. പ്ലസ് 1 സമം 289. മുകളിലേക്ക് നോക്കൂ, പ്രശ്നമില്ലല്ലോ. ഇനി നോക്കൂ, 2ന്റെ പകുതിയാണ് 1 അല്ലെ? ഇവിടെ നോക്കൂ, ഈ 2ന്റെ പകുതിയാണെന്നുള്ളത് 1 ഉള്ളത്. ഇപ്പൊ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ നടന്നു കഴിഞ്ഞു. വർഗം തികഞ്ഞിട്ടുണ്ട്. ഇനി 1നെ വേണേ നമുക്ക് 1 സ്ക്വയർ എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ സമം 289. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ 1ന് പകരം നമുക്ക് 1 സ്ക്വയർ എഴുതാം. വല്ല പ്രശ്നമുണ്ടോ? 1 നിൽക്കുന്നതും 1 സ്ക്വയർ നിൽക്കുന്നതും തുല്യ. പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 2ന്റെ പകുതിന്റെ സ്ക്വയർ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്ക്വയർ കംപ്ലീഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, വർഗം തികഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? എക്സ് ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് 1 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ സമം കിട്ടി 289. ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ തൊട്ട് മുമ്പ് നമ്മള് കുറെ എക്സാമ്പിൾസിലൂടെ, അതായത് ഇതിന്റെ വർഗം തികഞ്ഞു കഴിഞ്ഞു, സ്ക്വയർ കംപ്ലീഷൻ നടന്നു, ഇതിന്റെ പകുതിന്റെ സ്ക്വയർ. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മാറ്റി എഴുതാം. പ്രശ്നമുണ്ടോ? ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നോക്കണേ, ബോർഡ് ഷേപ്പ് നോക്കണം. ഇനി 2 സൈഡിലും ഈക്വൽ സൈൻ 2 സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കാം. നമുക്ക് എക്സ് ആണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2 സൈഡിലും എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത്
ആ സ്ക്വയർ അങ്ങ് പോയിട്ട് എന്തായിട്ട് മാറും? എക്സ് പ്ലസ് 1 ആകും. ഇവിടെ അതിന് സ്ക്വയർ റൂട്ട് കൊടുക്കണം. 289 റൂട്ട് ഓഫ് 289. അപ്പൊ നോക്കൂ, എക്സ് പ്ലസ് 1 സമം 289ന്റെ റൂട്ട് 17. ഞാൻ പറഞ്ഞിട്ടുണ്ട് 25 വരെയുള്ളത് നിർബന്ധമായിട്ടും സ്ക്വയറും സ്ക്വയർ റൂട്ടും കാണാതെ പഠിച്ചു വെക്കണം. അപ്പോ 289ന്റെ റൂട്ട് എന്താണ്? 17. അപ്പൊ എക്സ് എന്ത് വരും? പ്ലസ് 1 അപ്പുറം പോയാ 17 മൈനസ് 1 16 കിട്ടും. പ്ലസ് 1 സമത്തിനപ്പുറം പോയാ മൈനസ് 1, 17 മൈനസ് 1 16. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരട്ട സംഖ്യകൾ ഒരേ സംഖ്യയാണ് 16. അപ്പൊ അടുത്ത സംഖ്യ 16 പ്ലസ് 2 18. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ഇരട്ട സംഖ്യകള്? 16ഉം 18ഉം. ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ് കാര്യം. നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിനകത്തുള്ള മാർക്കുകളെല്ലാം വാങ്ങാം. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് മനസ്സിലാവാത്തതിന്റെ ബുദ്ധിമുട്ടിന്റെ ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് കണ്ടാൽ മതി. അടുത്തൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. ചോദ്യം എങ്ങനെയാണ്? 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിന്റെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും. 729 കിട്ടും. 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണനഫലങ്ങളുടെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് മീഡിയം. 9 added to the product of two consecutive multiples of 6 gives 729. What are the numbers? What are the numbers? ഉഷ്ട മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ചോദ്യം പറഞ്ഞത്? 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ. അതിനോടൊപ്പം എന്ത് കൂട്ടുന്നു? 9 കൂട്ടുന്നു. എന്ത് കിട്ടുന്നു? 729 കിട്ടുന്നു. ഏതൊക്കെയാണ് ഈ രണ്ട് സംഖ്യകൾ എന്നുള്ളതാണ് ചോദ്യം. 6ന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ്. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യുന്നു? 9 ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? 729 കിട്ടുന്നു. നമ്പർ ഏതാണ്? ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സംഖ്യകൾ നോക്കണേ. സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്തെടുക്കാം? എക്സ്, എക്സ് പ്ലസ് 6 എന്ന് എടുക്കാം. സംഖ്യ എന്തെടുക്കണം? ഒന്ന് എക്സ് എടുക്കണം, ഒന്ന് എക്സ് പ്ലസ് 6 എടുക്കണം. എന്തുകൊണ്ടാണ്? ഒരു സംഖ്യ 30 ആണെന്ന് വിചാരിച്ചു. അടുത്ത സംഖ്യ ഏതായിരിക്കും? 6ന്റെ ഗുണിതം 36 അല്ലേ? ഒരു സംഖ്യ 18 ആണ്. അപ്പൊ അടുത്ത 6ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഒരു 6 കൂട്ടിയിട്ട് 24 അല്ലേ? ഒരു 6ന്റെ ഗുണിതം 90 ആണ്. 6ന്റെ മൾട്ടിപ്പിൾ 90 ആണ്. അപ്പൊ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതായിരിക്കും? 90 പ്ലസ് 6 96 ആ വരിക. അപ്പൊ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? എക്സ് പ്ലസ് 6. പ്രശ്നമില്ലാതെ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. നമുക്ക് സമവാക്യം രൂപീകരിക്കാം. ഒരു സംഖ്യ എക്സ്, ആ മറ്റേ സംഖ്യ എക്സ് പ്ലസ് 6. ഇതിന്റെ ഗുണനഫലമാണ്, മൾട്ടിപ്പിൾ ആണ് അല്ലെ? മൾട്ടിപ്പിൾ ആണ്, പ്രോഡക്റ്റ് ആണ്. ഈ മൾട്ടിപ്പിൾസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഗുണനഫലമാണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഗുണനഫലം എഴുതി. ഇതിനോടൊപ്പം എന്ത് കൂട്ടുന്നു? 9 കൂട്ടുന്നു. എന്ത് കിട്ടുന്നു? 729 കിട്ടുന്നു. പ്രോഡക്റ്റിനോടൊപ്പം 9 ആഡ് ചെയ്യുന്നു. gives 729. അപ്പൊ ഈക്വൽ ടു 729 എഴുതുന്നു. പ്രശ്നമില്ലല്ലോ. ഇത് നേരത്തെ പോലെ നമ്മള് അകത്തോട്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ് ഇട്ടു. എക്സ് ഇൻറ്റു 6 എന്ത് വരും? 6x പ്ലസ് 6 ഇട്ടു 9 ഈക്വൽ ടു എന്ത് കിട്ടും? 729. പ്രശ്നമുണ്ടോ? ഇനി നോക്കൂ, 6ന്റെ ഹാഫ് ആണ് 3. 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പൊ ഈ 9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 പകരം നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. പ്രശ്നം വല്ലതും ഉണ്ടോ? 9 പകരം കൊടുക്കാം, 3 സ്ക്വയർ നോക്കാം. അപ്പൊ ഈക്വൽസ് എന്ത് കിട്ടും? 729 തന്നെ കിട്ടും. പ്രശ്നമില്ലാതെ വിചാരിക്കുന്നു. 9 പകരം 3 സ്ക്വയർ. അപ്പൊ നോക്കൂ, 6 അതിന്റെ ഹാഫ് 3 അതിന്റെ സ്ക്വയർ, 6 അതിന്റെ പകുതി അതിന്റെ സ്ക്വയർ. അങ്ങനെയാണ് ഇത് സ്ക്വയർ കംപ്ലീഷൻ നടന്നു കഴിഞ്ഞു. ഇതിന് നമുക്ക് എന്ത് എഴുതാം? സ്ക്വയറുള്ള എക്സ് ഇവിടെ നോക്കാം. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ്, ഇവിടെ 3x പ്ലസ് 3 ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ എക്സ് ഇവിടെ ശ്രദ്ധിക്കണം. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, പിന്നെ 3. ഈ 6x എഴുതേണ്ടതില്ല, കാരണം ഇത് എക്സ്പാൻഡ് ചെയ്തത് തന്നെയാണ് തൊട്ട് മുമ്പ് കണ്ടതാണ്.
അപ്പൊ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇപ്പോൾ എന്ത് കിട്ടി 729. ഇപ്പൊ എക്സ് പ്ലസ് 3 കിട്ടാൻ എന്ത് ചെയ്താൽ മതി, രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ എക്സ് പ്ലസ് 3 ഈക്വൾ ടു റൂട്ട് ഓഫ് 729. എക്സ് പ്ലസ് 3 ഈക്വൾ ടു റൂട്ട് ഓഫ് 729. സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അതിന്റെ ലിങ്ക് കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, എല്ലാ നമ്പറിന്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. ആ ട്രിക്കിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് വെച്ച് അത് കാണണം. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് കണ്ടതിന് ശേഷം റൂട്ട് ഉണ്ടെങ്കിൽ ഈ 729 റൂട്ട് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27 ആണ് 729 റൂട്ട്. അപ്പൊ എക്സ് പ്ലസ് 3 ഈക്വൾ ടു എന്ത് കിട്ടും, 27 കിട്ടും. എക്സ് പ്ലസ് 3 സമം 23 അല്ലെങ്കിൽ 27 കിട്ടും. എക്സ് പ്ലസ് 3 ഈക്വൾ ടു 27. പ്രശ്നമില്ലല്ലോ. അപ്പൊ എക്സ് എത്ര കിട്ടുക, അപ്പൊ എക്സ് ഈക്വൾ ടു 27 പ്ലസ് 3 അപ്പുറം പോയാ -3 പ്ലസ് 3 അപ്പുറം പോകുന്നു -3. അപ്പൊ എക്സ് എന്ത് കിട്ടും, 24. എക്സ് സമത്ര കിട്ടി 24. അപ്പൊ അടുത്തടുത്ത രണ്ട് ഗുണിതം ഒരു ഗുണിതം കിട്ടി 24. അപ്പൊ ഒന്ന് 24 നമ്പേഴ്സ് ഏതൊക്കെയാണ്, ഒന്ന് 24, അടുത്ത് 24 6 കൂട്ടുന്നു 30. സംഖ്യകൾ ഏതൊക്കെയാണ്, 24, 30. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. സംഖ്യകൾ നമ്മൾ എക്സ് എക്സ് പ്ലസ് എക്സ് കൊടുത്തു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്തത് സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. രണ്ടാം സമവാക്യം രൂപീകരിക്കുന്നു. അത് നമ്മൾ വർഗം തേക്കൽ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ്, 24, 30. 24 ന്റെ ഒപ്പം നമുക്കറിയാം 720. അതിനോടൊപ്പം 9 കൂട്ടിയാൽ 729. അവരെ പറഞ്ഞ ഇക്വേഷൻ ശരിയാണല്ലോ. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: 9, 11, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത്? ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ. 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13, etc. give 256. How many terms were added? Okay. ഇപ്പൊ നോക്കാം, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാ പറഞ്ഞത്, സമാന്തര ശ്രേണി എങ്ങനെയുള്ളത്, 9, 11, 13 എക്സെട്ര. 9, 11, 13 എക്സെട്ര. SSLC എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഈ ഒരു ടൈപ്പ് ചോദ്യം മുൻ വർഷങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയാണുള്ളത്, 9, 11, 13 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുണ്ട്. ഇതിലെ കുറച്ച് പദങ്ങളോടൊപ്പം 16 കൂട്ടിയപ്പോ എന്തായിട്ട് മാറിയത്, 256. കുറച്ച് പദങ്ങളുടെ തുകയാണ്, സമ്മിനോടൊപ്പം ചില ഫ്യൂ ടേംസിന്റെ സമ്മിനോടൊപ്പം തുകയോടൊപ്പം എന്ത് ആഡ് ചെയ്തു, 16 ആഡ് ചെയ്തു, 16 കൂട്ടി. അപ്പൊ എന്താ കിട്ടിയത്, 256 കിട്ടി. ചോദ്യം ശരിക്കും മനസ്സിലാക്കണം, ഒന്നുകൂടി പറയാം. 9, 11, 13 എന്ന് പോകുന്ന ഈ സമാന്തര ശ്രേണിയുടെ ഏതാനും പദങ്ങളുടെ തുക, ആ തുകയോടൊപ്പം 16 കൂട്ടി. അപ്പൊ എന്ത് കിട്ടി, 256 കിട്ടി. ഫ്യൂ ടേംസ് ഉണ്ട്, ആ ഫ്യൂ ടേംസിന്റെ സമ്മ്, ആ സമ്മിനോടൊപ്പം എന്താ ആഡ് ചെയ്യുന്നു, 16 ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു, 256 സമ്മായി വരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ആണ് ആഡ് ചെയ്തത്, എത്ര പദങ്ങളാണ് കൂട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ സമാന്തര ശ്രേണി പഠിച്ചതാണ്, അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പഠിച്ചതാണ്. അതിൽ തുക കാണാനുള്ള ഇക്വേഷൻ, പല ഇക്വേഷൻസ് ഉണ്ട്. സമ്മ് കാണാന് Sn equal to n/2 into x1 plus xn ഉണ്ട്. പക്ഷെ ഈ സമ്മിന്റെ അൾജിബ്ര എഴുതാനുള്ള സിമ്പിൾ ഇക്വേഷൻ എങ്ങനെയാണ്, d/2 n സ്ക്വയർ പ്ലസ് x1 മൈനസ് d/2 n. സമ്മിന്റെ അൾജിബ്ര എഴുതാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അൾജിബ്ര എഴുതാനുള്ള ഇക്വേഷൻ ആണത് d/2 n സ്ക്വയർ പ്ലസ് x1 മൈനസ് d/2 n. ഇക്വേഷൻ കണ്ടുപിടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. d/2 n സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് x1 മൈനസ് d/2 പുറത്തൊരു n. പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇനി ഡി അറിയാം. ഡി എത്രയാണ് ആഡ് ചെയ്ത് പോകുന്നത്, കോമൺ ഡിഫറൻസ് എത്രയാണ്, പൊതു വ്യത്യാസം എത്രയാണ്, 2. ഡി നമുക്കറിയാം 2. x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ് അല്ലെ, ഫസ്റ്റ് ടേം ആണ്. എത്രയാണ്, 9. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ Sn എന്ത് കിട്ടും നോക്കണേ, ശ്രദ്ധിക്കണേ. d/2
അപ്പൊ ഡി 2 ആണ്. അപ്പൊ 2/2 കാരണം 1 ഒരു n സ്ക്വയർ 1n സ്ക്വയർ. ഡി 2 ആണ്. അപ്പൊ 2/2 1. ഓക്കെ, 1n സ്ക്വയർ പ്ലസ് x1 എത്രയാണ് 9. x1 9 9. d/2 അറിയുമ്പോൾ നോക്കൂ, ഡി എത്രയാണ് 2 ആണ്. അപ്പൊ 2/2 1 അത്ര എന്ത് വരും n വരും. 2/2 എത്രയാണ് 1. അപ്പൊ നോക്കൂ 1n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ തന്നെയാണ് കേട്ടോ. 1n സ്ക്വയർ ഒരു n എന്ന് പറഞ്ഞാൽ n എന്നല്ലേ പറയുള്ളൂ. 1a എന്ന് പറയുമ്പോൾ 1a എന്ന് എഴുതണ്ട, a എന്ന് എഴുതിയാൽ മതി. 2a എന്ന് പറയുമ്പോൾ 2a എഴുതണം. പക്ഷെ 1 വരുമ്പോൾ 1 എഴുതാറില്ല, നെഗറ്റീവ് ചെയ്യും. അപ്പൊ n സ്ക്വയർ. ഇനി നോക്കൂ 9 നിന്ന് 2 കുറക്കണം, അപ്പൊ 8 വരും. അപ്പൊ ഇതിന്റെ സമ്മിന്റെ അൾജിബ്ര എന്ത് വന്നു n സ്ക്വയർ പ്ലസ് 8n. Sn ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 8n എന്നാണ് സമ്മ് കിട്ടിയത്, തുകയുടെ ബീജഗണിത രൂപം കിട്ടിയത്. അപ്പൊ അത് n 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്തിന്റെ തുകയായി, 2 കൊടുത്താൽ 2 ഭാഗത്തിന്റെ തുകയായി, n 3 കൊടുത്താൽ 3 ഭാഗത്തിന്റെ തുകയായി. നിങ്ങൾക്ക് അറിയുന്ന n 4 കൊടുത്താൽ 4 പദങ്ങളുടെ തുക കിട്ടും, 5 കൊടുത്താൽ 5 പദങ്ങളുടെ തുക. അപ്പൊ എത്രയോ പദങ്ങളുടെ തുക എന്ന് പറയുന്നതാണ് എന്ത് ഇതിന്റെ ഈ ജനറൽ രൂപം അല്ലെ. ഫ്യൂ ടേംസിന്റെ സമ്മ്, ജനറൽ സമ്മാണ് എന്ത് n സ്ക്വയർ പ്ലസ് 8n. അപ്പൊ നോക്കണം, ശ്രദ്ധിക്കണേ. അപ്പൊ n സ്ക്വയർ പ്ലസ് 8n-നോടൊപ്പം n സ്ക്വയർ പ്ലസ് 8n-നോടൊപ്പം എന്ത് ആഡ് ചെയ്യാനാ പറഞ്ഞത് 16 കൂട്ടണം. അപ്പൊ പ്ലസ് 16, അങ്ങനെ 16 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും 256 ആയിട്ട് മാറും. 16 കൂട്ടിക്കഴിഞ്ഞാൽ 256 ആവും. n സ്ക്വയർ പ്ലസ് 8n ആണുള്ള തുകയുടെ ബീജഗണിത രൂപം. അപ്പൊ കുറച്ച് ടേംസിന്റെ സമ്മ 10 ടേംസിന്റെ സമ്മാണ് വരുന്നെങ്കിൽ n 10 എന്ന് കിട്ടും. അതിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ n സ്ക്വയർ പ്ലസ് 8n-നോടൊപ്പം അവർ പറഞ്ഞിട്ടുള്ള 16 കൂട്ടി, അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും 256. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സമവാക്യം എന്ത് ചെയ്തു രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് നിർദ്ധാരണം ചെയ്യണം, സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും നോക്കൂ. ഇപ്പോൾ നോക്കൂ 8 ആണുള്ളത്. ഈ 16 നമുക്ക് 4 സ്ക്വയർ ചെയ്ത് ഒന്നും കൂടെ ചെറിയൊരു മാറ്റം വരുത്താം. n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 4 സ്ക്വയർ സമം 256. 16 പകരം 4 സ്ക്വയർ കൊടുത്തു, പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നോക്കൂ 8 ആണുള്ളത്, 8ന്റെ പകുതി 4. 8ന്റെ പകുതി 4, 4ന്റെ സ്ക്വയർ. അപ്പൊ ഇത് നോക്കൂ, ഇത് വർഗം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, സ്ക്വയർ കംപ്ലീഷൻ കഴിഞ്ഞു. ഇതിനെങ്ങനെ മാറ്റി എഴുതാം n പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സ്ക്വയറിലെ n ഇവിടെ രണ്ടാമത്തെ പ്ലസ് ആണ്, പിന്നെ 4 n പ്ലസ് 4 ഹോൾ സ്ക്വയർ. ഇതിനെ മാറ്റി എഴുതുന്ന അറിയാലോ, 8 അതിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് ഉള്ളത്, 8 അതിന്റെ പകുതി 4ന്റെ സ്ക്വയർ ആണുള്ളത്, 8 അതിന്റെ ഹാഫ് 4ന്റെ സ്ക്വയർ ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് 256. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പൊ ഇവിടെ n പ്ലസ് 4 എന്ന് വരും, അപ്പുറത്ത് റൂട്ട് 256 എന്ന് വരും. n പ്ലസ് 4 വരും, അപ്പുറം സൈഡിൽ എന്ത് വരും റൂട്ട് ഓഫ് 256. 256ന്റെ റൂട്ട് എത്രയാണ് 16. 256ന്റെ റൂട്ട് എന്ന് പറയുന്നത് 16 ഞാൻ പറഞ്ഞിട്ടുണ്ട്. 25 വരെയുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കണം. കാരണം ഇവിടെയൊക്കെ നമുക്ക് ആവശ്യം വരും. ആ സമയത്ത് നമുക്ക് വെട്ടിക്കളഞ്ഞ് ഞാൻ പറഞ്ഞ ട്രിക്കിലൂടെ ചെയ്ത് നോക്കുക. ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ സമയം നമുക്ക് SSLC എക്സാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാത്സിന്റെ എക്സാമിനെ സംബന്ധിച്ച് സമയം ഒരു പ്രധാന വില്ലനായിരിക്കും. സമയം എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം പരീക്ഷ. അപ്പൊ ആ സമയത്ത് എല്ലാത്തിനും റൂട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം n പ്ലസ് 4 ഈക്വൽ ടു 256 ആണ്. 256 റൂട്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം 25 വരെ കാണാതെ പഠിച്ച് തന്നെ വെക്കണം. 256 റൂട്ട് എത്ര കിട്ടി 16 കിട്ടി. അപ്പൊ n എത്രയാണ് 16 പ്ലസ് 4 അപ്പം പോയാൽ -4. ഇപ്പൊ n ഈക്വൽ ടു കിട്ടും 16 4 കുറച്ചാൽ 12. അപ്പൊ എത്ര പദങ്ങളുടെ തുകയാണ് 12 പദങ്ങളുടെ തുകയാണ് ഈ ഒരു 250. 12 പദങ്ങളുടെ തുകയോടൊപ്പം 16 കൂട്ടുമ്പോഴാണ് 256 കിട്ടുക. പ്രശ്നമുണ്ടോ? അതായത് 12 ടേംസിന്റെ സമ്മിനോടൊപ്പമാണ് എന്ത് ചെയ്യേണ്ടത് 16 ആഡ് ചെയ്യേണ്ടത്. ആ സമയത്താണ് എന്ത് കിട്ടുക 256 കിട്ടുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു, അത് സോൾവ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി 12 കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യാം ചെയ്തു നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് 5 7 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? ചോദ്യം 5 7 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള
ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് എത്ര കിട്ടുക? 140 കിട്ടുക. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 579 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140? 140 കിട്ടണം. ഏതാണ് സീക്വൻസ്? 5, 7, 9. ശ്രദ്ധിക്കണേ, 5, 7, 9 എന്ന് പോകുന്ന സമാന്തര ശ്രേണി ഉണ്ട്. ഇതിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടും? 140 കിട്ടും. എത്ര ടേംസിന്റെ, ഹൗ മെനി ടേംസ്, എത്ര ടേംസിന്റെ സമ്മാണ് 140 എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊന്ന് സ്പീഡിൽ നമുക്ക് ഇത് ചെയ്തു പോകാം. നോക്കും. അപ്പൊ അതിന് ഇതിന് എന്ത് ചെയ്യണം? സമ്മിന്റെ അൽജിബ്ര എഴുതണം. സമ്മിന്റെ അൽജിബ്ര എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. Sn ഈക്വൽ ടു എന്ന് പറഞ്ഞു നോക്കൂ, d/2n². d/2n². പിന്നെ ബ്രാക്കറ്റിനകത്ത് ആരാളുള്ളത്? x1 മൈനസ് d/2. ബ്രാക്കറ്റിന് പുറത്ത് ആരായിട്ട് കൊടുക്കുക? n. d/2n² പ്ലസ് x1 മൈനസ് d/2n. സമ്മിന്റെ അൽജിബ്ര എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് ബൈഹാർട്ട് ചെയ്ത് നോക്കുക. അപ്പൊ x1 എത്രയാണ്? x1 5 ആണ്. d എത്രയാണ്? 2 ആണ്. d 2 ആണ്. ഇപ്പൊ ഇക്വേഷനകത്ത് കൊടുത്തു നോക്കാം. നമുക്ക് മുകളിലേക്ക് നോക്കണം. Sn ഈക്വൽ ടു d/2 എന്ന് പറയുമ്പോൾ 2/2. 2/2 പറയുമ്പോൾ 1 അല്ലേ? 1n². x1 എത്രയാണ്? 5. d/2 എന്ന് പറയുമ്പോൾ കൊണ്ടും 1 ആണ്. അത്രയും n. അപ്പൊ എന്ത് കിട്ടി? 1n² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n² ആണ്. 5 മൈനസ് 1 എന്താണ്? 4n. അപ്പൊ സമ്മിന്റെ അൽജിബ്ര എന്ത് കിട്ടി? സം എന്ത് കിട്ടി? n² പ്ലസ് 4n എന്ന് കിട്ടി. n² പ്ലസ് 4n എന്ന് കിട്ടി. ഇനി എത്ര ടേംസിന്റെ സമ്മാണ് 140 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം. ചെറിയൊരു വെറൈറ്റി ഉണ്ട്. n² പ്ലസ് 4n ഈക്വൽ ടു എന്ത് കൊടുക്കണം? 140 എന്ന് കൊടുക്കണം. നേരത്തെ പോലെ ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്യാൻ തന്നിട്ടില്ല ഉണ്ടോ? ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്താണെങ്കിൽ 1 ആഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നീട് അടുത്ത ക്വസ്റ്റ്യനകത്ത് 9 ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനകത്ത് 16 ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ നടത്തണം. വളരെ ശ്രദ്ധിക്കണം. സ്ക്വയർ കംപ്ലീഷൻ നടത്താൻ പോകണം. വളരെ ശ്രദ്ധിച്ച് നോക്കുക. സ്ക്വയർ കംപ്ലീഷൻ നടത്താൻ നോക്കൂ. n² പ്ലസ് 4n വർഗം തേക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ ഈ 4ന്റെ പകുതി, അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 4ന്റെ പകുതി എത്രയാണ്? 2. അപ്പൊ 2ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം. 2 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുന്നു. നമ്മൾ ഇക്വേഷനകത്ത് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ആഡ് ചെയ്തോ അത് തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യണം. ഇടതുവശത്ത് എന്ത് ആഡ് ചെയ്തോ അത് തന്നെ വലതുവശത്ത് ആഡ് ചെയ്യണം. എന്നാലും ഇക്വേഷൻ എന്ത് ചെയ്യുള്ളൂ? ബാലൻസ് ആവുള്ളൂ. നിങ്ങൾ ഇവിടെ 10 കൂട്ടിയാൽ അപ്പുറത്തും 10 കൂട്ടിയാൽ മതി. ഇവിടെ 10 കുറച്ചാൽ അപ്പുറത്തും 10 കുറച്ചാൽ മതി. ഇക്വേഷൻ മാറ്റൊന്നും വരില്ല. ഇവിടെ 2 സ്ക്വയർ കൂട്ടി കഴിഞ്ഞു. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷന്റെ അപ്പുറം സൈഡിലും 2 സ്ക്വയർ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ 2 സ്ക്വയർ ആഡ് ചെയ്തു. അവിടെ എന്ത് ചെയ്യണം? 2 സ്ക്വയർ ആഡ് ചെയ്യണം. ഇവിടെ 2 സ്ക്വയർ കൂട്ടി. അപ്പൊ സമത്തിന് അപ്പുറത്ത് 140 നടക്കും. 2 സ്ക്വയർ കൂട്ടിയാൽ മതി. ഇവിടെ അധികം വന്ന് 4, അവിടെ അധികം 4 അല്ലേ? അപ്പൊ അതിന് സമവാക്യത്തിന് മാറ്റം ഉണ്ടാവുമോ? സമവാക്യത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇക്വേഷന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ നടത്തി. ശ്രദ്ധിക്കണേ, സ്ക്വയർ കംപ്ലീഷൻ നടത്തി കഴിഞ്ഞു. അപ്പൊ ഇതിനെ ഇനി എങ്ങനെ മാറ്റി എഴുതാം? സ്ക്വയർ ഉള്ള n, രണ്ടാമത്തത് പ്ലസ്, പിന്നെ 2 സ്ക്വയർ ആയതുകൊണ്ട് 2. അപ്പൊ n പ്ലസ് 2 ഹോൾ സ്ക്വയർ, m പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇവിടെ 140ഉം 2ന്റെ സ്ക്വയർ 4. 140 പ്ലസ് 4. അപ്പൊ n പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ത് കിട്ടി? n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144. 140 പ്ലസ് 4, 140 പ്ലസ് 4 144. പ്രശ്നമുണ്ടോ? നോക്കൂ. ഇനി 2 സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. അവിടെ n പ്ലസ് 2 എന്ന് വരും. അപ്പുറത്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ റൂട്ട് 144. പ്രശ്നമില്ലല്ലോ. n പ്ലസ് 2 സമം 144 റൂട്ട് എത്രയാണ്? 12. 144 റൂട്ട് എത്രയാ? 12. അപ്പൊ n എന്ത് കിട്ടും? n ഈക്വൽ ടു 12 പ്ലസ് 2 അപ്പുറം പോകുന്നു -2. അപ്പൊ n എത്രയാണ്? 12 - 2 10. അപ്പൊ n കിട്ടി. പദങ്ങളുടെ എണ്ണം എത്രയാണ്? 10. ഈ സമാന്തര ശ്രേണിക്കകത്ത് 10 പദങ്ങളുടെ തുകയാണെന്ത്? 144. പ്രശ്നമില്ലാതെ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പോലെയല്ല. n² പ്ലസ് 4n സമം 140 കിട്ടി. അപ്പൊ ഇത് വർഗം തേക്കേണ്ടി വരും. സ്ക്വയർ കംപ്ലീഷൻ നടത്തണം. സ്ക്വയർ കംപ്ലീഷൻ നടത്താൻ വേണ്ടിയിട്ട് വർഗം തേക്കാൻ 4ന്റെ പകുതിന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ ഇവിടെ കൂട്ടി സമവാക്യം ചേഞ്ച് ആവാതിരിക്കാൻ ഇവിടെയും 2ന്റെ സ്ക്വയർ കൂട്ടണം.
അപ്പൊ ഇത് n+2 ഹോൾ സ്ക്വയർ ആയി 144. അപ്പൊ എത്ര കിട്ടി? 10. 10 പദങ്ങൾ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? 140 കിട്ടുക. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: ഗണിത ശാസ്ത്രജ്ഞൻ 300 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു സമ്മേളനത്തിനെത്തി. പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, എന്റെ യാത്രയുടെ ശരാശരി വേഗം മണിക്കൂറിൽ 10 കിലോമീറ്റർ കൂട്ടിയിരുന്നെങ്കിൽ 1 മണിക്കൂർ മുമ്പേ എത്താമായിരുന്നു. ശരാശരി വേഗം എത്രയായിരുന്നു? ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റൻ ഇങ്ങനെയാണ്: എ മാത്തമാറ്റീഷ്യൻ traveled 300 kilometers to attend a conference. During his talk, he said, had my average speed been increased by 10 kilometers per hour, I could have reached here 1 hour earlier. What was the average speed? Okay? ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു മാത്തമാറ്റീഷ്യൻ 300 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരു സമ്മേളനത്തിന് എത്തുകയാണ്. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ യാത്രയുടെ ശരാശരി വേഗം, ആവറേജ് സ്പീഡ് ഒരു 10 കിലോമീറ്റർ കൂട്ടുകയായിരുന്നു, 10 കിലോമീറ്റർ പെർ അവർ കൂട്ടുകയായിരുന്നെങ്കിൽ ഞാനൊരു മണിക്കൂർ മുമ്പേ എത്തുമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 300 കിലോമീറ്റർ ആണ് ആകെ യാത്ര ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യാത്രയുടെ വേഗം ഒരു 10 കിലോമീറ്റർ കൂട്ടുകയായിരുന്നെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആവറേജ് സ്പീഡ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ശരാശരി വേഗമാണ്, ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ശരാശരി വേഗം അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്തെടുക്കാണ്? എക്സ് എന്നെടുക്കാണ്. ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്തെടുത്തു? എക്സ് എന്നെടുത്തു. അപ്പൊ നമുക്കറിയാം, സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമയം എന്ന് എങ്ങനെയാണ് നമ്മൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമയം ഈക്വൽ ടു എന്താണ്? ദൂരം ബൈ വേഗതയാണ്. അല്ലെ? ടൈം ഈക്വൽ ടു നമുക്കറിയാം. ടൈം ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡ് ആണ്. അല്ലെ? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡ് ആണ്. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ വേഗതയാണ്. ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഫിസിക്സും കൂടെ ഇതിനകത്ത് ആവശ്യം വരും. ഓക്കെ, അപ്പൊ ദൂരം ബൈ വേഗത വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സമയം കണ്ടുപിടിക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വേഗത ഒരു 10 കിലോമീറ്റർ കൂട്ടിയിരുന്നെങ്കിൽ, വേഗത മണിക്കൂറിൽ ഒരു 10 കിലോമീറ്റർ കൂട്ടിയിരുന്നെങ്കിൽ 1 മണിക്കൂർ മുമ്പേ എത്താമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സ്പീഡ് എന്ത് ചെയ്തു? 10 കിലോമീറ്റർ പെർ അവർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ 1 അവർ ഏർലിയർ അയാളത്തെ എന്ത് ചെയ്യുന്നു? കോൺഫറൻസിൽ എത്തുമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ആ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ വേഗതയാണ്. അദ്ദേഹം സഞ്ചരിച്ച ദൂരം എത്രയാണ്? 300 കിലോമീറ്റർ ആണ്. അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ദൂരം 300 കിലോമീറ്റർ ആണ്. അപ്പൊ 300 ബൈ വേഗത എത്രയാണ്? എക്സ്. ഇതാണ് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കാനെടുത്തിരിക്കുന്ന സമയം. ഇപ്പോൾ അയാൾ ട്രാവൽ ചെയ്യാനെടുത്തിരിക്കുന്ന ടൈം ടേക്കൺ എന്താണ്? 300 ബൈ എക്സ് ആണ്. ഈ 300 ബൈ എക്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? അയാൾ പറഞ്ഞിട്ടിരിക്കുന്ന എക്സ് പ്ലസ് 10 അല്ലെ, വേഗത്തിൽ 10 കൂട്ടി, 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ കൂട്ടിയിട്ടുള്ളതാണ് എന്ത്? എക്സ് പ്ലസ് 10. ഈ വേഗതയിൽ നിന്ന് ഈ ഒരു സമയം, ഇത് സമയമാണ്, ദൂരം ബൈ വേഗത എന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു സമയം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 അല്ലേ കിട്ടുക? ഇതിന് 10 മണിക്കൂർ എടുത്തിരുന്നെങ്കിൽ ഇതിനെന്തെടുക്കും? 9 മണിക്കൂർ എടുക്കുള്ളൂ. കാരണം എന്താണ്? 10 കിലോമീറ്റർ കൂട്ടി കഴിഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ അവിടെ എത്തും. ഇതിന് 10 മണിക്കൂർ സമയം എടുത്തിരുന്നെങ്കിൽ ഇതിന് എത്ര സമയം എടുക്കുള്ളൂ? 9 മണിക്കൂറേ ടൈം എടുക്കുള്ളൂ. അപ്പൊ 10ൽ നിന്ന് 9 മൈനസ് ചെയ്ത് നമുക്കറിയാം 1 ആണ്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്തു? ഈക്വൽ ടു 1 എഴുതാൻ പറ്റും. കാരണം സമയം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ വേഗതയാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡാണ്.
അപ്പൊ അദ്ദേഹം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 300 കിലോമീറ്റർ ആണ്. അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള ദൂരം 300 കിലോമീറ്റർ ആണ്. അപ്പൊ ആദ്യത്തെ സമയം 300/x. ദൂരം ബൈ വേഗത എന്ന് പറഞ്ഞ സമയമാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പൊ അദ്ദേഹം ആദ്യം യാത്ര ചെയ്തിട്ടുള്ള സമയം 300/x ആണ്. ഇനി അദ്ദേഹം 10 കിലോമീറ്റർ യാത്രയുടെ വേഗത കൂട്ടുകയാണ്. 10 കിലോമീറ്റർ പെർ അവർ എന്ത് ചെയ്തു? ആ സ്പീഡ് കൂട്ടുന്ന സമയത്ത് അദ്ദേഹം എടുക്കുന്ന സമയം എന്താണ്? അദ്ദേഹം യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം 300/x+10. 300/x+10 ആണ്. ഈ ഒരു സമയത്തിൽ നിന്ന് ഈ ഒരു സമയം കുറച്ചു കഴിഞ്ഞാൽ 1 കിട്ടുക. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ 10 കിലോമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ എത്തുന്നത്. കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുന്ന സമയത്ത് 300 × x+10. 300 × x+10. ഇനി ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം അല്ലെ? തിരിച്ചിങ്ങോട്ട് ക്രോസ് ചെയ്യണം. 300 × x. 300 × x+10. x+10 എന്ന് പറയുമ്പോൾ 2 പേരുണ്ട്. നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് വേണം. ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. നിനക്ക് മൈനസ് ഇട്ടു. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 300 × x. താഴെ നോക്കൂ. ബൈ x × x+10. ബൈ എന്ന് വരും x × x+10 ഈക്വൽ ടു എത്ര വരിക? 1 എന്ന് വരും. ഈക്വൽ ടു 1. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യണം? 300 × x എന്ത് വരും? 300 × x 300x പ്ലസ് ഇടുക. ഈ 300 × 10. 300 × 10 എത്രയാണ്? 3000 അല്ലെ? 10 ഇൻറ്റു ചെയ്യുമ്പോൾ 0 അധികം കൊടുക്കണം. 3000 മൈനസ് എന്ത് വരും? 300x അല്ലെ? 300x. താഴെ നോക്കൂ. x × x x² പ്ലസ് x × 10 10x ഈക്വൽ ടു എന്ത് വരും? 1. ഈക്വൽ ടു 1. അപ്പൊ ഇതിൽ നോക്കൂ. ചെയ്ത കാര്യം ഇതാണ്. 300 × x 300x 300 × x 300x പ്ലസ് 300 × 10 3000 മൈനസ് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്ത 300x ഉണ്ട്. താഴെ x × x x² പ്ലസ് x × 10 10x. ഇനി ഇതിൽ നോക്കൂ. പ്ലസ് 300x മൈനസ് 300x എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പ്ലസ് 300x മൈനസ് 300x ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി ബാക്കി ഉണ്ടാവുക മുകളിൽ ഒരു 3000 ഉണ്ടാവും. മുകളിൽ നോക്കൂ. ഒരു 3000 ഉണ്ടാവും. താഴെ എന്തുണ്ടാവും? x² പ്ലസ് 10x ഉണ്ട്. ഈക്വൽ ടു എന്ത് വരും? 1 വരും. ഇനി x² പ്ലസ് 10x അപ്പുറം കൊണ്ടുപോവാ. x² പ്ലസ് 10x ഈക്വൽ സൈൻ അപ്പുറം കൊണ്ടുപോവാണ്. അപ്പൊ 3000 ഈക്വൽ ടു എന്ത് കിട്ടും? 3000 ഈക്വൽ ടു x² പ്ലസ് 10x കിട്ടും. x² പ്ലസ് 10x കിട്ടും. ഓക്കെ. ഇനി ഈ ഇക്വേഷൻ ഒന്നും ഞാൻ ഈ ഒരു ഭാഗം ആദ്യം എഴുതാം. അപ്പൊ x² പ്ലസ് 10x ഈക്വൽ ടു 3000 കിട്ടും. 3000. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യം രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വർഗ്ഗം തികക്കൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പൊ നോക്കൂ. അപ്പൊ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് x² പ്ലസ് 10x ഈക്വൽ ടു 3000 അല്ലെ? 3000. x² പ്ലസ് 10x ഈക്വൽ ടു 3000 നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? വർഗ്ഗം തികക്കുക അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? x² പ്ലസ് 10x അല്ലെ? വർഗ്ഗം തികക്കാൻ നമുക്കറിയാം. ഈ 10ന്റെ പകുതിന്റെ സ്ക്വയർ അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 10ന്റെ പകുതി 5² അല്ലെ? 5² ഇവിടെ ആഡ് ചെയ്തു. 3000തോടൊപ്പവും ഈ 5² ആഡ് ചെയ്യാം. ഇവിടെ 10ന്റെ പകുതി 5ന്റെ സ്ക്വയർ ഇവിടെ കൂട്ടി സമവാക്യം ചേഞ്ച് ചെയ്യാവാതിരിക്കാൻ, സമവാക്യം ബാലൻസ് ആവുന്നത്, ഇക്വേഷൻ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 5² അപ്പുറവും ആഡ് ചെയ്തു. അപ്പൊ ഇതിന് നമ്മൾ വർഗ്ഗം തികക്കൽ വെച്ചിട്ട് എങ്ങനെ മാറ്റി എഴുതാം? x+5² എഴുതാം. x+5² അല്ലെ? സ്ക്വയറുള്ള x ഇവിടെ 5 പ്ലസ് പിന്നെ ഇവിടെ 5 ആണ് സ്ക്വയർ. അപ്പൊ ഇതിനെ x+5² മുമ്പ് കണ്ടതാണ് അല്ലെ? ഇവിടെ എന്ത് എഴുതാം? 3000 3000 പ്ലസ് 5 സ്ക്വയർ എത്രയാ? 25. 3000 പ്ലസ് 25 എന്ന് എഴുതാം. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? x+5² ഈക്വൽ ടു 3025. x+5² ഈക്വൽ ടു 3025. അപ്പൊ x+5 എന്ത് കിട്ടും? x+5 ഈക്വൽ ടു റൂട്ട് ഓഫ് 3025. x+5 ഈക്വൽ ടു റൂട്ട് ഓഫ് 3025. x+5 ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് ഓഫ് 3025. അതെങ്ങനെയാണ് സോൾവ് ചെയ്യും? നമുക്കറിയാം. റൂട്ട് കാണാനുള്ള ട്രിക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 5 30ന്റെ റൂട്ട് 555 കിട്ടി അല്ലെ? അപ്പൊ x+5 ഈക്വൽ ടു നോക്കൂ. x+5 ഈക്വൽ ടു എന്ത് കിട്ടി?
55 കിട്ടി. എക്സ് പ്ലസ് 5 ഈക്വൽ ടു 3025 റൂട്ട് 55 ആണ്. അപ്പോ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 55. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 55 പ്ലസ് 5 അപ്പുറം പോയാൽ -5. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. അപ്പൊ എന്താണ് എക്സ് ഈക്വൽ ടു 50? എക്സ് എന്താണ്? ശരാശരി വേഗം, ആവറേജ് സ്പീഡാണ് നമ്മൾ എക്സ് എടുത്തത്. അപ്പൊ എക്സ് എത്ര കിട്ടി? 50 കിലോമീറ്റർ പെർ അവർ. അപ്പോ അയാളുടെ ശരാശരി വേഗം എത്രയായിരുന്നു? 50 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു അല്ലെ. ആവറേജ് സ്പീഡ് എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവർ. അപ്പൊ എങ്ങനെയാണ് ചെയ്തത്? ഒരു കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ശരാശരി വേഗത നമ്മൾ എക്സ് എടുത്തു, ആവറേജ് സ്പീഡ് എക്സ് എടുത്തു. സമയം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ വേഗതയാണ് അല്ലെ. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡ്. അപ്പൊ ഇയാളുടെ ശരിയായ വേഗത, ശരിയായ സമയം, ശരിയായ യാത്രക്കെടുത്ത സമയം അല്ലെ. അയാളുടെ ഈ ഇപ്പൊ ശരിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാവലിംഗിന് എടുത്തിട്ടുള്ള ടൈം എങ്ങനെ എഴുതാം? ദൂരം എന്ന് പറഞ്ഞാൽ 300, താഴെ വേഗത എക്സ്. ഇനി ഇയാൾ എന്ത് ചെയ്യാണ്? 10 കിലോമീറ്റർ കൂട്ടുന്ന സമയത്ത് വേഗത 10 കിലോമീറ്റർ കൂട്ടിയാൽ അത് എക്സ് പ്ലസ് 10 ആവും. അപ്പൊ ആ സമയത്ത് എടുക്കുന്ന ടൈം 300 ബൈ എക്സ് പ്ലസ് 10. ഈ രണ്ട് സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. പിന്നെ ക്രോസ് മൾട്ടിപ്പിൾ എല്ലാം ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു 3000. സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു 3000. അങ്ങനെ നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവർ. അപ്പൊ എക്സ് എന്താ എടുത്തത്? ശരാശരി വേഗം അല്ലെങ്കിൽ ആവറേജ് സ്പീഡാണ്. അപ്പൊ അയാളുടെ ആവറേജ് സ്പീഡ് എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പാർട്ടിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാമെന്ന് ചെയ്തു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക.